നമസ്കാരം. ഞാൻ ലിജു വർഗീസ്, ഇതെൻ്റെ പാർട്ണർ തോമസ് ടി ജോസഫ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ സമൂഹത്തിൽ വിപത്തായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണല്ലോ വേസ്റ്റ്. അതായത് ജൈവ വേസ്റ്റ്, അതായത് മണമുള്ള വേസ്റ്റുകൾ ബുദ്ധിമുട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഞങ്ങളെ കൊണ്ട് നടക്കുന്ന അത് വളമാക്കി മാറ്റുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഏകദേശം ഒരു ദിവസം ഒരു 2.5 മുതൽ 5 ടൺ വരെ വളം ജൈവ മാലിന്യങ്ങൾ ഞങ്ങൾ വളമാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ചെയ്യുന്നൊരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. ജൈവ വളവും ജൈവ സ്ലറി, ജൈവ കേക്ക് നിർമ്മാണം, അങ്ങനെയുള്ള അതായത് ജൈവ സമൂഹത്തിന് വിപത്താകുന്ന മാലിന്യം ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളത് ശരിക്കും സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ, അതായത് സമൂഹത്തിലെ ഒരു പുതിയ തലമുറയ്ക്ക് വളരെ നാച്ചുറലായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു സംരംഭം, അതായത് ഒരു ജൈവ വളമാണ്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് 2 തലങ്ങളാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. ഒന്ന് ശുദ്ധീകരണവും, ഒന്ന് വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള തലങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു സംരംഭമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഞാൻ തോമസ് ടി ജോസഫ്. ഞങ്ങൾ L&D ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നടത്തുന്നത്. കേരളത്തിലും അങ്ങോളം ഇങ്ങോളം ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ മാലിന്യങ്ങളെ സംസ്കരിച്ച് ഒരു മൂല്യവർദ്ധിത വസ്തുക്കളായി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങൾ എറണാകുളം മുതൽ ഇങ്ങോട്ട് ഹരിപ്പാട് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ പച്ചക്കറി വേസ്റ്റായും ഫുഡ് വേസ്റ്റായും സംഭരിച്ച് കൊണ്ടുവന്ന് അതിവിടെ 10-16 സ്ത്രീ ജനങ്ങളടക്കം 4-5 പുരുഷന്മാരടക്കം അവരുമായി സഹകരിച്ച് ഞങ്ങളത് സംസ്കരിച്ച് പലതരം വളങ്ങളാക്കി ഞങ്ങൾ മാറ്റിയെടുക്കുക. ഏകദേശം 2-2.5 മാസത്തോളമായി ഈ പരിപാടി ഞങ്ങളിവിടെ നടത്തുവാൻ തുടങ്ങിയിട്ട്. വളരെ വർഷക്കാലത്തെ ചിന്തകളും പഠനങ്ങളും മറ്റു കാര്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഞങ്ങളിത് പഠിച്ചെടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ജൈവ മാലിന്യം വളമാക്കി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ജൈവവളം ഞങ്ങൾ വളമായിട്ട് 2 വളങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒന്ന് ബയോ കമ്പോസ്റ്റും ഒന്ന് ഓർഗാനിക് ബയോ കമ്പോസ്റ്റും. ഇത് രണ്ടും ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. 1 കിലോ മുതൽ 20 കിലോ വരെയുള്ള പാക്കറ്റുകളായി ഞങ്ങൾ നൽകുന്നുണ്ട്. 1 കിലോയുടെയും 5 കിലോയുടെയും 20 കിലോയുടെയും. രണ്ടാമത്തെ ഐറ്റം 1 കിലോയുടെയും 5 കിലോയുടെയും 25 കിലോയുടെയും പാക്കറ്റായി നൽകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജൈവവള സ്ലറിയാണ്. ഈ ജൈവവള സ്ലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജൈവവള സ്ലറി കീടനാശിനിയായിട്ടും മറ്റും ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ള ഫലപ്രദമായ നടപടിയാണ്. ആ ജൈവവള സ്ലറി 1 ലിറ്ററിന് 100 രൂപയ്ക്കാണ് ഞങ്ങൾ വിൽപ്പന നടത്തുന്നത്. അത് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കേക്കും ഈ ജൈവവള മിശ്രിതത്തിൻ്റെ പല മിശ്രിതങ്ങൾ ചേർത്ത ഒരു ഇതാണ്. ആ കേക്ക് മേടിച്ചാലും ആ കേക്ക് വെള്ളത്തിൽ കലർത്തി ചെടികൾക്കും മറ്റ് ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ജൈവവളം എല്ലാ വൃക്ഷാലതാദികൾക്കും ചെടികൾക്കും പയറുവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ഉപയോഗിച്ച് ഒരു മനുഷ്യന് കീടനാശിനികളിൽ നിന്നുള്ള വിഷരഹിതമായ പച്ചക്കറികളും മറ്റ് കാര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിലുപരി നമ്മുടെ ഇടയിലുണ്ടാകുന്ന മാലിന്യങ്ങൾ തോടുകളിലും റോഡുകളിലും കടലുകളിലും മനാഷ് ഹൈവേയുടെ സൈഡുകളിലൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സംസ്കാരത്തെ മാറ്റി സംസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം. മാർക്കറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പച്ചക്കറി വേസ്റ്റുകളാണ്. ഇതോടൊപ്പം തന്നെ ഫുഡ് വേസ്റ്റുകളും ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. ഈ പച്ചക്കറി വേസ്റ്റ് ഞങ്ങൾ ഈ റിങ്ങിലേക്ക്, ഇതിനു മുമ്പ് ഈ റിങ്ങിൽ ഞങ്ങൾ ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ കമ്പോസ്റ്റിന് മുകളിലായിട്ടാണ് ഈ പച്ചക്കറി വേസ്റ്റ് ഇടുന്നത്. ഈ പച്ചക്കറി വേസ്റ്റ് അതിൻ്റെ അകത്ത് ഇനി വല്ല പ്ലാസ്റ്റിക്കോ കുപ്പികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സഹോദരിമാരത് തിരഞ്ഞു മാറ്റി ആ പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി വേറെ ചാക്കിൽ കെട്ടി വെക്കും. അത് വേറെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾക്ക്, അതിലേക്ക് മാറ്റും. അത് ആ പച്ചക്കറി എടുത്ത് ഇതിൻ്റെ അകത്തോട്ടിടും. അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ പച്ചക്കറി ഇട്ട് കഴിഞ്ഞ്
ഇന്നത്തെ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കി മാറ്റും. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റേ കയറുകളോ പ്ലാസ്റ്റിക് ഇതുകളോ എല്ലാം പെറുക്കി മാറ്റി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ സംസ്കരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് എവിടെ നിന്നാണ് ഈ പച്ചക്കറിയൊക്കെ വരുന്നത്. ഇത് എല്ലാ ജില്ലയിലെ എല്ലാ കടകളിലെ പച്ചക്കറി കടകളിലെയും വേസ്റ്റുകൾ മിക്കവാറും ഞങ്ങളാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കളക്ട് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് അത് ചാക്കായിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കിടക്കുന്നത് എടുത്തോളൂ. ഫോൺ ഇനി ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ചകിരിച്ചോറ് വീണ്ടും ഇട്ട് ഇത് 45 ദിവസത്തേക്ക് ഞങ്ങൾ അടച്ചു വെക്കും. അത് നിർത്തിയാൽ എൻ്റെ മേലിലോട്ട് എന്നതുണ്ടോ? ചാക്കിലുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ചകിരിച്ചോറിട്ട് മൊത്തം ചകിരിച്ചോറ് നിറച്ചിട്ട് വെച്ച് ഇത് ഞങ്ങൾ അടച്ചു വെക്കും. അടച്ചു വെച്ച് 45 ദിവസം കഴിഞ്ഞ് ഇത് തുറക്കുള്ളൂ. 45 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ കാണുന്ന രീതിയാണ് ഇത്. 45 ദിവസം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇതെടുത്ത് ഞങ്ങൾ വീണ്ടും വെയിലത്ത് ഇട്ട് ഉണക്കി അത് വളവാക്കി എടുത്ത് അത് ഒരു തരം വളം. ഇതിൽ നിന്ന് അരിച്ചെടുക്കുന്ന വളമുണ്ട്. അരിച്ചെടുത്ത് അത് 2 തരം വളം. അങ്ങനെ 2 തരം വളമാണ് ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതും വിറ്റുകൊണ്ടിരിക്കുന്നതും. പുറക്കാട് ഞങ്ങൾക്ക് ഈ 2 മണക്കൽ പാടശേഖരം അപ്പാത്തിക്കരി പാടശേഖരം ഉള്ള ഞങ്ങൾക്കിപ്പോൾ ഈ മണക്കൽ പാടശേഖരത്ത് കൃഷിയില്ലാത്ത കാരണം ഞങ്ങൾക്ക് തൊഴിലില്ല. ഈ അപ്പാത്തിക്കരി ഞങ്ങൾക്ക് കൂടി വന്ന ഒരു 15 പണി കിട്ടും. പിന്നെ ഞങ്ങൾക്ക് പണിയില്ല. ഞങ്ങളുടെ ആണുങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ പണിയുണ്ട്. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയാണ്, പണിക്കൊന്നും പോകാതിരിക്കുക. അപ്പം ഞങ്ങൾക്ക് ജീവിതമാർഗ്ഗമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇവരൊരു തൊഴിൽ തന്നപ്പം ഞങ്ങൾക്കത് ഞങ്ങളുടെ ഒരു ജീവിതമാർഗ്ഗമായി. അപ്പം അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം നമുക്ക് മനസ്സിലായി ഇപ്പം ഈ പരിസരമൊക്കെ വൃത്തികേടാകാതെ ഞങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റ് ഉണ്ടെങ്കിലും കൊണ്ടുവരാൻ അവർ പറയുന്നത്. അപ്പം നമ്മുടെ ആ വാർഡും നമ്മുടെ ആ വീടും എല്ലാം വൃത്തിയാക്കാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾക്കൊരു തൊഴിൽ ഇതിൻ്റെ ഇത് നടത്തുന്നവർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒരു ജീവിതമാർഗ്ഗം.